നോമ്പുകാലം മൂന്നാം ശനി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. രണ്ടു പുത്രന്മാരുടെ ഉപമ. അവസരങ്ങൾ ഒരിക്കലും കാത്തിരിക്കുന്നില്ല. ആദ്യത്തെ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ പരിശ്രമിക്കണം. ആരംഭശൂരത്വം എല്ലാവരിലും കാണും, പക്ഷെ അത് അവസാനം വരെ നിലനിർത്താൻ പലർക്കും കഴിയാറില്ല. രണ്ടു മക്കളിൽ ഒന്നാമനാണ് ആദ്യ അവസരം ലഭിച്ചത്. എടുത്തു ചാടി മുന്നിട്ടിറങ്ങാൻ തീരുമാനിച്ചെങ്കിലും അവന് വാക്കു പാലിക്കാൻ കഴിഞ്ഞില്ല. എപ്പോഴും ഒതുക്കി വയ്ക്കപ്പെട്ടതുകൊണ്ടാകാം രണ്ടാമനൊന്നിലും ആത്മവിശ്വാസവും ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്വന്തം പിതാവ് അവനെ ജോലി ചെയ്യാൻ വിളിച്ചത് തന്നെ അവനൊരു പ്രചോദനമായിരുന്നു. അവൻ മാനസാന്തരപ്പെട്ട് പിതാവിന്റെ പ്രതീക്ഷയ്ക്കൊപ്പം വളർന്നു. എപ്പോഴും എല്ലാ അവസരങ്ങളും സംരക്ഷണവും നൽകപ്പെട്ട യഹൂദജനങ്ങളെ ഒന്നാമത്തെ മകനും, ചുങ്കക്കാരെയും പാപികളെയും വിജാതീയരെയും രണ്ടാമത്തെ മകനും പ്രതിനിധീകരിക്കുന്നു. അവരായിരിക്കും നിങ്ങൾക്ക് മുൻപേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചെങ്കിലും യോഹന്നാന്റെ ജ്ഞാനസ്നാനം എവിടെ നിന്നെന്ന യേശുവിന്റെ ചോദ്യത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് യഹൂദ നേതൃത്വത്തിനെതിരെയുള്ള ഒരു വിധിപ്രസ്താവമായിട്ടാണ് യേശു ഈ ഉപമ പറയുന്നത്. പുതിയ ദൈവജനമായ നാം ദൈവഹിതം നിറവേറ്റുന്നതിൽ എത്ര ഉത്സുകരാണെന്ന ആത്മവിമർശനം നമുക്കുണ്ടാകട്ടെ.